പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. സകല മാനത്തിനും സകല പുകഴ്ചയ്ക്കും സകല അധികാരത്തിനും സ്തുതികൾക്കും യോഗ്യനായ ഈ തേജോമനായ ദൈവത്തെ ഒരു പ്രാവശ്യം കൂടെ വാഴ്ത്തുവാൻ, അവൻ്റെ വചനവുമായി നിങ്ങളുടെ മുൻപാകെ കടന്നു വരുവാൻ ദൈവമായ കർത്താവ് ഒരുക്കിയ വലിയ സാവകാശത്തിനായും ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അവൻ്റെ വചനം, കർത്താവിൻ്റെ വിലയേറിയ വചനം ഏത് ഹൃദയത്തെയും താല്പര്യത്തോടെ ആഗ്രഹത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ വലിയ ദാഹത്തോടിരിക്കുന്ന ഏത് വ്യക്തി ജീവിതങ്ങളെയും ഏതുള്ളങ്ങളെയും നിറയ്ക്കുവാൻ മതിയായവനാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, നിറയ്ക്കുന്ന കഴിവുള്ള സകല നിറവിനും ഉറവിടമായ എൻ്റെ കർത്താവിന് ഏത് ഹൃദയത്തെയും നിറയ്ക്കുവാൻ കഴിയും. താല്പര്യത്തോടെ ദാഹത്തോടിരിക്കുന്ന ഏത് വ്യക്തി ജീവിതത്തോടും കർത്താവിൻ്റെ ആത്മാവിന് സംസാരിക്കാൻ കഴിയും. ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 2-14 പൗലോസ് ഇങ്ങനെ പറയുന്നു, ക്രിസ്തുവിൽ നമ്മളെപ്പോഴും ജയോത്സവമായി നടത്തുകയും അവൻ്റെ പരിജ്ഞാനത്തിൻ്റെ വാസന നമ്മളിലൂടെ വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ ഒരു പൈതൽ, കർത്താവിനെ അറിഞ്ഞ് അവൻ്റെ വഴികളിൽ നടക്കുന്ന ദൈവ പൈതൽ കടന്നു ചെല്ലുന്ന എല്ലായിടത്തും അവൻ്റെ വാസന അവൻ വെളിപ്പെടുത്തും. ആരുടെ വാസനയാണ് അവൻ വെളിപ്പെടുത്തുന്നത്? കർത്താവിൻ്റെ സൗരഭ്യ വാസന. ദൈവത്തിൻ്റെ പൈതൽ കടന്നു ചെല്ലുന്ന ഇടങ്ങളിലും അവൻ സംസാരിക്കുന്ന വ്യക്തി ജീവിതങ്ങളോടും അവൻ പാർക്കുന്ന ഭവനത്തിൽ അവൻ്റെ ദേശത്തിൽ അവനൊരു സൗരഭ്യ വാസനയാണ്. കർത്താവിൻ്റെ വലിയ കൃപയെ ഓർത്ത് ഈ ഭാഗ്യത്തിലേക്ക് കടന്നു വരുവാൻ, അവൻ്റെ വാസനയെ മറ്റുള്ളവരിലേക്ക് പകരുവാൻ ദൈവമായ കർത്താവ് തന്ന വലിയ കൃപയെ ഓർത്ത് ദൈവത്തിന് എത്ര സ്തുതി പറഞ്ഞാലും ഹല്ലേലൂയ മതിയാവത്തില്ല. ഈ കേൾക്കുന്ന ദൈവത്തിൻ്റെ വചനം, അങ്ങനെയുള്ളവർ ആ ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ കർത്താവിനെ അറിഞ്ഞ് അവൻ്റെ വഴികളിൽ ജീവിക്കുന്ന ഏത് പൈതലും ഈ വചനം കേൾക്കുമ്പോൾ അത് അവൻ്റെ ജീവിതത്തിന് വലിയ വിടുതലാണ്, ആശ്വാസമാണ്. അവനെ ഒന്നുകൂടെ ബിൽഡ് ചെയ്യുന്നതാണ്, അവൻ്റെ ആത്മീയ ജീവിതത്തെ പുതുക്കി പണിയുന്നതാണ്. പക്ഷെ ദൈവത്തെ അറിയാതെ ജീവിക്കുന്ന ഏത് വ്യക്തിയും ഈ വചനം കേട്ടാൽ ഹല്ലേലൂയ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ അവനെ ബോധ്യം വരുത്തും. സ്തോത്രം. അപ്പം ദൈവവചനം 2 വ്യക്തി ജീവിതങ്ങൾക്കും, അല്ലെ ദൈവത്തെ അറിയുന്ന വ്യക്തിക്കും ദൈവത്തെ അറിയാത്തൊരു പൈതലിനും 2 രീതികളിലാണ്, 2 വ്യത്യസ്ത തരത്തിലാണ് കർത്താവ് പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ. എന്നാലും ഈ രാത്രിയുടെ വേളയിൽ എന്നെ കേൾക്കുന്ന ഏതൊരു വ്യക്തിയാണെങ്കിലും ദൈവത്തെ അറിയാനുള്ള താല്പര്യം, അല്ലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ അവൻ്റെ വചനത്തെ സ്നേഹിച്ച് അവൻ്റെ പാദപീഠത്തിലായിരിക്കുന്ന ഏതൊരു ദൈവഭക്തനോടും അല്ലെ ഏതൊരു അവിശ്വാസിയോടും ദൈവവചനം കർത്താവിന് ഹിതമുള്ള പോലെ ദൈവം ഇടപെടട്ടെ എന്ന് ഞാൻ വീണ്ടും പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. കർത്താവ് ആഗ്രഹിക്കുന്ന ഹൃദയങ്ങളെ ദൈവം തിരഞ്ഞെടുക്കും. ഹല്ലേലൂയ. ദൈവം ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് വലിയ തിരഞ്ഞെടുപ്പാണ്. ആ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. സ്തോത്രം. പരിശുദ്ധാത്മാവിൻ്റെ വചനം, ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സകല മാനത്തിനും പുകഴ്ചയ്ക്കും സകല അധികാരത്തിനും സ്തുതികൾക്കും യോഗ്യനായ ഈ തേജോമനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ അവൻ്റെ വചനവുമായി നിൽക്കുവാൻ, വചനത്തെ ഘോഷിക്കുവാൻ ദൈവമായ കർത്താവ് ഈ സമയത്തെ ഒരുക്കിയതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിൻ്റെ വചനം ഏത് ദാഹമുള്ളവനെയും ഏത് താല്പര്യമുള്ളവനെയും നിറയ്ക്കുവാൻ മതിയായതാണ്. കർത്താവിൻ്റെ സന്നിധിയിൽ ദാഹത്തോടെ ദൈവമേ എന്നോട് സംസാരിക്കണമേ എന്ന ആഗ്രഹത്തോടെ കടന്നു വരുന്ന ഏത് പാത്രത്തെയും നിറയ്ക്കുവാൻ ഈ വചനത്തിന് കഴിയും. ഈ വചനത്തിലൂടെ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിക്ക് കഴിയും. ഹല്ലേലൂയ. വലിയവനോ ചെറിയവനോ എന്നോ, ആര് വചനം പറയുന്നെന്നോ, ആരിലൂടെയാണ് വചനം വെളിപ്പെടുന്നതെന്നല്ല, കർത്താവ് ആരോട് എന്ത് സംസാരിക്കുന്നു എന്നാണ് വിഷയം. ദൈവത്തിൻ്റെ വചനമാണ് വിഷയം, കർത്താവാണ് വിഷയം. ആ ദൈവത്തെ അതേ രീതിയിൽ ഏറ്റെടുക്കുന്ന, വചനത്തെ അതിൻ്റെതായ മഹത്വത്തോടെ ജീവിതത്തിൽ ഏറ്റെടുക്കുന്ന ഏതൊരു വ്യക്തി ജീവിതത്തിൻ്റെ ഹൃദയത്തിലും അത് ജീവനായി, അത് സൗരഭ്യവാസനയായി, അതെ പൗലോസ് പറയുന്നത് പോലെ ക്രിസ്തുവിൽ ഞങ്ങളെ ജയോത്സവമായി നടത്തുന്ന തൻ്റെ പരിജ്ഞാനത്തിൻ്റെ വാസന നമ്മളിലൂടെ വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ സ്തോത്രം. ഈ ഒരു ദൈവ പൈതൽ ഈ വചനത്തെ കേട്ട് ജീവിതത്തിൽ ഏറ്റെടുക്കുന്ന, ക്രിസ്തുവിനെ അറിയുന്ന ഏതൊരു പൈതലും അവൻ കടന്നു പോകുന്ന ഇടങ്ങളിൽ, അവൻ സംസാരിക്കുന്ന ഇടങ്ങളിൽ, സംസാരിക്കുന്ന വ്യക്തി ജീവിതങ്ങളിലേക്ക്, അവൻ്റെ ഭവനത്തിൽ, അവൻ്റെ ദേശത്തിൽ അവൻ ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസന പരത്തും. ഹല്ലേലൂയ. ആ സൗരഭ്യവാസനയാണ് മറ്റുള്ളവരിലേക്ക് വ്യാപരിച്ച് അവർ ക്രിസ്തുവിനെ അറിയുവാൻ ഇടയായി തീരുന്നത്.
ദൈവത്തിൻ്റെ വചനം എല്ലാവരോടും ഒരേ രീതിയിലല്ല ഇടപെടുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. കർത്താവിൻ്റെ വചനം ഒരു വ്യക്തിയോട് സംസാരിക്കുന്ന രീതിയിലല്ല വേറൊരു വ്യക്തിയോട് ഇടപെടുന്നത്. ദൈവവചനം ഒരു വിശ്വാസിക്ക് ബലമാണെങ്കിൽ, ആ വചനം അവനോട് സംസാരിക്കുമ്പോൾ അവൻ്റെ ആത്മീയ ജീവിതത്തിന് അത് വർധനവാണെങ്കിൽ, അവനെ അനുഗ്രഹത്തിലേക്ക് വീണ്ടും നയിക്കുന്നതാണെങ്കിൽ, ഒരു അവിശ്വാസിക്ക് ഇത് ദൈവവചനം എങ്ങനെയാണ് വ്യാപരിക്കുന്നത്? ഒരു അവിശ്വാസിയുടെ ഹൃദയത്തിൽ ദൈവവചനം വ്യാപരിക്കുന്നത് അവനെ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്നതാണ് ദൈവത്തിൻ്റെ വചനം. ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് രാത്രിയുടെ വേളയിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ ഭക്തന്മാർ, അല്ലേ ദൈവത്തെ അറിയാത്ത വ്യക്തി ജീവിതങ്ങൾ, ഓരോരുത്തരോടും പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്ന വിധത്തിൽ, ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ കർത്താവ് അവരോട് സംസാരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ് ദാഹത്തോടെ താല്പര്യത്തോടെ ഇരിക്കുന്ന എല്ലാ ഹൃദയങ്ങളെയും പരിശുദ്ധാത്മാവ് ഈ രാത്രിയിൽ നിറയ്ക്കും. സ്തോത്രം. ഉൽപ്പത്തിയുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ ദൈവം ഇങ്ങനെ പറയുന്നുണ്ട്, എൻ്റെ ആത്മാവ് സദാകാലത്തും മനുഷ്യരോട് വാദിക്കത്തില്ലെന്ന്. എപ്പോഴും കർത്താവിൻ്റെ ആത്മാവ് മനുഷ്യരോട് വാദിക്കത്തില്ലെന്ന് അവിടെ ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നു. അതിൻ്റെ കാരണം ആ വാക്യത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്. കാരണം അവൻ ജഡമല്ലോ, മനുഷ്യൻ വെറും ഒരു ജഡമല്ലോ എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. കാരണം ഈ വചനത്തെ ഉൾക്കൊള്ളുവാൻ, അല്ലെ ഈ വചനത്തെ വേണ്ട രീതിയിൽ ജീവിതത്തെ ഏറ്റെടുക്കുവാൻ ഒരു വ്യക്തി ജീവിതത്തിന് കഴിയുന്നില്ലെങ്കിൽ ആ വചനം അവന് അനുഗ്രഹമായിട്ട്, അല്ലെ ജീവനായിട്ട് അവനിൽ വ്യാപരിക്കുന്നില്ല. ആ വചനം അവന് ആ വേണ്ട രീതിയിൽ അതിൻ്റെ ജീവൻ അവനിലേക്ക് പ്രവേശിക്കുന്നില്ല എന്നാണ് അർത്ഥം. അങ്ങനെയുള്ള വ്യക്തി ജീവിതങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവ് വീണ്ടും വീണ്ടും വാദിക്കത്തില്ലെന്നാണ് ആ വാക്യത്തിൽ അവിടെ സംസാരിക്കുന്നത്. പക്ഷേ ഇന്ന് രാത്രിയിൽ കർത്താവിൻ്റെ ആത്മാവ് നമ്മളെ ഓരോരുത്തരെയും കുറിച്ച് ആഗ്രഹിക്കുന്ന ദൈവിക പദ്ധതി, നമ്മുടെ നന്മകൾക്കും നമ്മുടെ അനുഗ്രഹങ്ങൾക്കും നമ്മളെ ആ നന്മയിലേക്ക് നയിക്കുന്ന ദൈവവചനത്തിൻ്റെ ശക്തി ഓരോരുത്തരുടെ ഹൃദയത്തിൽ അതിൻ്റെതായ പവറോടെ, അതിൻ്റെതായ വ്യാപാരത്തോടെ സംസാരിക്കട്ടെ, ഇടപെടട്ടെ എന്ന് ഞാൻ വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. ഇന്ന് രാത്രിയിൽ നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയാണ്. സ്തോത്രം. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് നമ്മുടെ കൂട്ടാളിയായിത്തീരുന്നത്? എങ്ങനെയാണ് ഈ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഏറ്റവും അടുത്ത സഖിയായി, നമ്മുടെ ഏറ്റവും അടുത്ത കൂട്ടായി നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത്? അല്ലെ എങ്ങനെ ആ ഒരു ഫെലോഷിപ്പിലേക്ക്, ആ കൂട്ടായ്മയിലേക്ക്, ദൈവസന്നിധിയിലേക്ക് നമുക്ക് കടന്നു വരാം? ഇന്ന് രാത്രിയിൽ ദൈവവചനം നമ്മളോട് സംസാരിക്കട്ടെ. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്കൊരു വാക്യം വായിക്കാം. സ്തോത്രം. നമുക്ക് ദൈവവചനത്തിൽ ഇങ്ങനെ പറയുന്നു, പ്രൊവേർബ്സ്, അല്ലെ സദർശവാക്യം 29-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യത്തിൽ പറയുന്നു, കൂടെ കൂടെ ശാസന കേട്ടിട്ടും വീണ്ടും ശാഠ്യം കാണിച്ചാൽ അവൻ പെട്ടെന്ന് നീക്കുപോക്കില്ലാതെ പെട്ടെന്ന് നശിച്ചു പോകും. ഇന്ന് രാത്രി ദൈവവചനം നമ്മൾ സംസാരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വേണ്ട വിധത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ വിടുതലായി മാറും, ആശ്വാസമായി മാറും. ദൈവവചനം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ സൗരഭ്യവാസനയായി നമ്മുടെ ജീവിതത്തിൽ അത് വ്യാപരിച്ച് അനേകരിലേക്ക് അതൊരു വിടുതലായി മാറും. സ്തോത്രം. പലപ്പോഴും നമ്മൾ പല പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നുണ്ടല്ലേ. പല പ്രാർത്ഥനകൾക്കും ഒരുപക്ഷെ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് മറുപടികളെ കിട്ടാത്തതുകൊണ്ട് നമ്മുടെയൊക്കെയും പ്രെയർ ലിസ്റ്റിൽ വിടുതലില്ലാത്ത, അല്ലെ മറുപടികളില്ലാത്ത പല വിഷയങ്ങളും ഇന്നും ടെക്കിടാതെ കിടപ്പുണ്ട്. പക്ഷെ നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും നമ്മളത് ചിന്തിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ഈ ദൈവമേ നീ ഇതിന് മറുപടി തരാത്തത്? എന്താണ് അതിനുള്ള വിഷയം? അല്ലെ എന്താണ് എൻ്റെ വിഷയത്തിനുള്ള തടസ്സം? പക്ഷെ ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്, ഒരു വിഷയത്തിന് തടസ്സം അതിൻ്റെതായ രീതിയിൽ, അല്ലെ മാനുഷികമായി നോക്കുമ്പോൾ, മനുഷ്യർ നോക്കുമ്പോൾ ആ വിഷയത്തിന് ഒരുപാട് തടസ്സങ്ങളും അസാധ്യതകളും കാണും. എന്നാൽ ദൈവവചനം ഇന്ന് രാത്രി പറയുന്ന പല വിഷയങ്ങളിലും ദൈവം മൗനമായിട്ടിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ പല മേഖലകളിലും കർത്താവ് മറഞ്ഞിരിക്കുന്നു. ദൈവം മറഞ്ഞിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ദൈവമാണോ? നമ്മളോട് അകന്നിരിക്കുവാൻ, അല്ലെ തൻ്റെ മുഖത്തെ നമ്മളിൽ നിന്ന് മറച്ചു വെക്കുവാൻ ഈ ദൈവത്തിന് ഇഷ്ടമാണോ? ദൈവത്തിന് ഇഷ്ടമാണോ നമ്മൾ കഷ്ടത്തിലൂടെ കടന്നു പോകുന്നത്, അല്ലെങ്കിൽ ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്നത്? ഇന്ന് നിങ്ങളും ഞാനും ജീവിതത്തിൽ അനുഭവിക്കുന്ന പല വിഷയത്തിനും പല ചോദ്യങ്ങൾക്കും മറുപടി തരാതെ മൗനമായിരിക്കുന്നത് ദൈവത്തിൻ്റെ ഒരു സ്വഭാവമാണോ? ദൈവത്തിൻ്റെ വിശേഷതയാണോ? ഹല്ലേലൂയ. നമുക്ക് വചനത്തിലൂടെ അങ്ങനെ ഒരുപാട് ദൈവത്തിൻ്റെ ഭക്തന്മാരെ കാണാം. അവർ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട്, കർത്താവേ നീ മറഞ്ഞിരിക്കുന്നത് എന്ത്? യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം അതിന് 45-ാം അധ്യായത്തിൽ അവിടെ ഒരു വാക്യം പ്രകാരം പറയുന്നു, ദൈവമേ നീ മറഞ്ഞിരിക്കുന്ന ദൈവമാകുന്നു. 45:15 യെശയ്യാപ്രവാചകൻ ഇങ്ങനെ പറയുന്നുണ്ട്, കർത്താവേ നീ മറഞ്ഞിരിക്കുന്ന ദൈവമാകുന്നു. ഞങ്ങൾ അനുഭവിക്കുന്ന കഷ്ടതകൾ അവരവരുടെ ജീവിതത്തിൽ, അല്ലെ ഇസ്രായേൽ മക്കൾ അനുഭവിച്ച ഞെരുക്കത്തിൽ
അവരെ രാജാക്കന്മാരല്ലേ, ജാതികളായ രാജാക്കന്മാർ അവരെ പീഡിപ്പിച്ചപ്പോൾ, അടിമത്വത്തിലേക്ക് അവരെ കൊണ്ടുപോയപ്പോൾ അവരനുഭവിച്ച പീഡകൾ, പ്രയാസത്തിന് നടുവിൽ പ്രവാചകൻ വിളിച്ചു ചോദിക്കുകയാണ്, ദൈവമേ, ഞങ്ങൾ അനുഭവിക്കുന്ന കഷ്ടതകൾ നീ കാണുന്നില്ലയോ? ഞങ്ങളുടെ പ്രയാസങ്ങൾ നീ നോക്കുന്നില്ലയോ? ഞങ്ങൾ ഇങ്ങനെയൊക്കെ കടന്നു പോകുന്നത് നിനക്ക് ഇഷ്ടമാണോ എന്ന് പ്രവാചകൻ ചോദിക്കുമ്പോൾ, ദൈവത്തിൻ്റെ ആത്മാവ് ഈ രാത്രിയുടെ വേളയിൽ ചോദിക്കുകയാണ്, എനിക്ക് നിങ്ങളുടെ കഷ്ടത കാണാനല്ല ഇഷ്ടം, പക്ഷേ നിനക്ക് എന്നെ ഇന്ന് മനസ്സിലാക്കാൻ കഴിയുമോ? ദൈവം എന്തുകൊണ്ടാണ് മൗനമായിരിക്കുന്നത്? ദൈവം എന്തുകൊണ്ടാണ് ദൈവസന്നിധിയിൽ നമ്മൾ പലപ്പോഴും നിലവിളിക്കുമ്പോഴും നമ്മുടെ പല പ്രാർത്ഥനകൾക്കും കർത്താവ് മറുപടിയെ തരാതെ ഇരിക്കുന്നത്? ഹല്ലേലൂയ. അതിനൊക്കെ ഒരേ ഒരു മറുപടിയേ ഉള്ളൂ. കർത്താവ് ആഗ്രഹിക്കുക നമ്മൾ ദൈവത്തെ ഒന്ന് അന്വേഷിക്കണം. വേണ്ട രീതിയിൽ, അല്ലെ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ദൈവസന്നിധിയിലേക്ക് നമ്മളൊന്ന് ദൈവത്തെ അന്വേഷിക്കണം. ഞാൻ ഈ പ്രസംഗിക്കുന്നത്, അല്ലെ ഞാൻ ഈ പറയുന്ന വചനം എന്നോടുകൂടെ ഞാൻ പ്രസംഗിക്കുന്നത്, അല്ലെ എന്നോടുകൂടെ തന്നെയാണ് ഞാൻ ഈ പറയുന്നത്. പല ചോദ്യങ്ങൾക്കും നമ്മൾ മറുപടി ഇല്ലാതിരിക്കുമ്പോൾ ദൈവസന്നിധിയിൽ ഒരുപാട് യാമങ്ങളും രാത്രിയുടെ യാമങ്ങൾ കരഞ്ഞ് നമ്മൾ ദൈവത്തിൻ്റെ മുൻപിൽ അപേക്ഷിക്കുമ്പോൾ, കർത്താവെ നീ എന്തുകൊണ്ട് മറങ്ങിയിരിക്കുന്നു, നിൻ്റെ മുഖത്തെ എനിക്ക് മറയ്ക്കരുതേ എന്ന് ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിച്ച രാത്രികൾ, പ്രാർത്ഥിച്ച ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലേ? പക്ഷെ ദൈവം ഇവിടെ പറയുകയാണ്, ഞാൻ മറങ്ങിയിരിക്കുന്ന ദൈവമാകുന്നു സത്യം, പക്ഷേ നിങ്ങൾ എന്നെ അന്വേഷിക്കണം. നിങ്ങൾ എന്നെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും. അങ്ങനെ കണ്ടെത്തുമ്പോൾ ഞാൻ ആരാന്ന് ഞാൻ വെളിപ്പെടുത്തും. ഹല്ലേലൂയ. അങ്ങനെ പല ദൈവത്തിൻ്റെ ദാസന്മാരുടെ ജീവിതത്തിൽ നമുക്കങ്ങനെ കാണാൻ സാധിക്കും. നമുക്ക് കാണാം യാക്കോബിൻ്റെ ജീവിതത്തിൽ കർത്താവ് പ്രവർത്തിച്ചത് എങ്ങനെയാണ്. യാക്കോബ് ദൈവവുമായിട്ട് ലല്ലുപിടിച്ചു, അല്ലേ? ദൈവവുമായിട്ട് യുദ്ധം ചെയ്ത വ്യക്തി ബൈബിളിൽ നമുക്ക് ഏകം കാണാൻ സാധിക്കുന്ന യാക്കോബിനെയാണ്. എന്തുകൊണ്ടാണ് മല്ലു പിടിച്ച്? അവൻ്റെ ജീവന് വേണ്ടി, അവൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി, സ്വന്തം ജ്യേഷ്ഠനിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടുന്ന, അവൻ്റെ ജീവനെ ഭയന്ന് പ്രാണരക്ഷയ്ക്കായി അവൻ്റെ ജ്യേഷ്ഠനിൽ നിന്ന് ഏശാവിൽ നിന്ന് ഓടുമ്പോൾ, ആ ഒറ്റ രാത്രി കൊണ്ട് അവൻ ദൈവസന്നിധിയിൽ സമ്മതിക്കുകയാണ്, കർത്താവേ, ഞാനൊന്നുമില്ല, ഞാൻ ഇത്രയും നാൾ സമ്പാദിച്ചത്, അല്ലെ എൻ്റെ ഉപായത്തരം കൊണ്ട് ഞാൻ സമ്പാദിച്ചു കൂട്ടിയതൊന്നും ഇന്ന് എൻ്റെ ജീവിതത്തിൽ എന്നെ വിടിവിക്കുവാൻ, എന്നെ രക്ഷിക്കുവാൻ ഇതിനൊന്നും സാധിക്കത്തില്ല. എന്നെ വാസ്തവമായി നീ അനുഗ്രഹിക്കണം, എന്നെ വാസ്തവമായി അനുഗ്രഹിക്കുവാൻ നിനക്ക് മാത്രമേ കഴിയൂ എന്ന് യാക്കോബ് ഒറ്റ രാത്രി കൊണ്ട് ദൈവസന്നിധിയിൽ സമ്മതിച്ചു. അവൻ ദൈവസന്നിധിയിൽ പറഞ്ഞു, അത് ഏറ്റു പറഞ്ഞു. അത് മല്ലിട്ടു ദൈവത്തോട്. ആ പ്രാർത്ഥനയെന്ന മല്ലുപിടുത്തത്തിലൂടെ അവൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തെ വേണ്ട രീതിയിൽ അവൻ അന്വേഷിച്ച്, അങ്ങനെ അന്വേഷിച്ച് ജയിച്ചത് കൊണ്ടാണ് ഒറ്റ രാത്രി കൊണ്ട് അവൻ്റെ പേര് മാറ്റി ദൈവം ഇസ്രായേലിനിട്ട് ദൈവത്തിൻ്റെ പ്രഭുവാക്കി യാക്കോബിനെ, ഉപായിയായ യാക്കോബിനെ ദൈവം പേര് മാറ്റി അവനെ ഇസ്രായേൽ എന്ന പേരുള്ളവനാക്കി. ഇസ്രായേലിൻ്റെ പ്രഭു, അല്ലെ ദൈവത്തിൻ്റെ പ്രഭുവാക്കി അവനെ മാറ്റിയത് ഒറ്റ രാത്രി കൊണ്ടാണ്. എന്താണ് ആ രാത്രി സംഭവിച്ചത്? എന്താണ് യാക്കോബ് ചെയ്തത്? യാക്കോബ് അവിടെ ചെയ്തത് സ്വയമേ അവൻ ദൈവസന്നിധിയിൽ മരിക്കുകയായിരുന്നു. അവൻ്റെ സ്വയം, അവൻ്റെ ഞാൻ എന്നുള്ള ഒരു ഭാവം, അവൻ ഇത്രയും വർഷം ദൈവസന്നിധിയിൽ ദൈവം കാണുന്നില്ല എന്ന് വിചാരിച്ച് യാക്കോബ് ചെയ്തു കൂട്ടിയതൊക്കെയും ദൈവം മുൻപിൽ അവൻ സമ്മതിക്കേണ്ടി വന്നു. ഞാൻ ഉപായിയാണ് കർത്താവേ. ദൈവം ചോദിക്കുകയാണ്, നിൻ്റെ പേരെന്താണ്? അവൻ സമ്മതിച്ചു, എൻ്റെ പേര് ഉപായിയാണ്, ഞാൻ ഇത്രയും നാളും ചെയ്തു കൂട്ടിയതെല്ലാം തെറ്റായിരുന്നു, ദൈവമേ നീ എന്നോട് ക്ഷമിക്കണം. അല്ലെ ദൈവസന്നിധിയിൽ അവനെ തന്നെ അവൻ താഴ്ത്തിയപ്പോൾ, അവൻ സമ്മതിച്ചപ്പോൾ അവൻ്റെ പേര് കർത്താവ് മാറ്റി. അവനുള്ള അനുഗ്രഹങ്ങൾ ദൈവം അവന് കൊടുത്തു. ഇത്രയും വർഷം, അല്ലേ, അവൻ കഷ്ടപ്പെട്ടു, അവൻ ഒരുപാട് അധ്വാനിച്ചു, അവൻ ദൈവത്തെ അറിയുന്നവനായിരുന്നു. തീർച്ചയായിട്ടും നീയും ഞാനും ദൈവത്തെ അറിയുന്നവരാണെങ്കിൽ പോലും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന ഒരു പദവിയുണ്ട്. നിന്നെയും എന്നെയും കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു പ്ലാനും പദ്ധതിയുമുണ്ട്. ആ ഒരു സ്ഥാനത്തിലേക്ക്, അല്ലെ ആ ഒരു വാഴ്ത്തത്വത്തിലേക്ക് നമ്മൾ കടന്നു വരുവാൻ ദൈവം വെയിറ്റ് ചെയ്യുകയാണ്. ആ വാഴ്ത്തത്ത സ്ഥലത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ മാത്രമേ നമ്മൾക്കുള്ള അനുഗ്രഹങ്ങളെ നമുക്ക് പ്രാപിക്കുവാൻ സാധിക്കത്തുള്ളൂ. എന്ന് നമ്മൾ ഇല്ലാതാകുന്നു, ദൈവസന്നിധി നമ്മൾ സ്വയമേ എന്നാണ് ഇല്ലാതാകുന്നത്, അന്നാണ് കർത്താവ് നമ്മളിൽ വിജയിക്കുന്നത്. അന്നാണ് ദൈവം നമ്മളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന വാഴ്ത്തത്വങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിവൃത്തിയാകുന്നത്. അന്നാണ് നമ്മൾ ശരിക്കും അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ പോകുന്നത്. അങ്ങനെ താന്ന വേറൊരു വ്യക്തിയുണ്ട്, ഏശയ്യാ പ്രവാചകൻ. നമുക്ക് ആ ഭാഗം ഒന്ന് വായിച്ചു നോക്കാം. ഏശയ്യാ പ്രവചകൻ അതിൻ്റെ 6-ാം അധ്യായത്തിൽ പ്രവാചകൻ ദൈവത്തെ കാണുകയാണ്, അല്ലെ ദൈവത്തിൻ്റെ സിംഹാസനത്തെ.
അവൻ അവൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുകയാണ്. യേശയ്യാ പ്രവാചകനെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ദൈവത്തിൻ്റെ വലിയൊരു പ്രവാചകനായിരുന്നില്ലേ? വലിയ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ആദ്യം എഴുതിയിരിക്കുന്ന പേര് യേശയ്യാ പ്രവാചകൻ്റെ പേരാണ്. ദൈവത്തിൻ്റെ വലിയൊരു ഇസ്രായേലിലുള്ള പ്രവാചകനായിരുന്നു യേശയ്യാ പ്രവാചകൻ. പക്ഷെ ഞാനിവിടെ പറയുന്നത്, യേശയ്യാ പ്രവാചകൻ ദൈവത്തെ ആദ്യമായിട്ട് അവന് സെൽഫായിട്ടൊരു എൻകൗണ്ടർ ഉണ്ടാകുന്നത് ഈ 6-ാം അധ്യായത്തിലാണ്. പല നാളുകളായിട്ട് അവൻ പ്രവചിക്കുകയാണ്. ദൈവജനത്തോട് അവരുടെ പാപത്തെക്കുറിച്ച് അവൻ പ്രവചിക്കുകയാണ്. നിങ്ങൾ തെറ്റുകാരാണ്, അല്ലെ നിങ്ങൾ തെറ്റായിട്ടാണ് നടക്കുന്നത്, ദൈവത്തെ അറിയാതെ നിങ്ങൾ ജീവിക്കുന്നത് മതിയാക്കൂ എന്ന് ഇസ്രായേലിനോട് വ്യക്തമായി പ്രവചിച്ച ഒരു പ്രവാചകനാണ് യേശയ്യാ പ്രവാചകൻ. 1-ാം അധ്യായം തൊട്ട് 5-ാം അധ്യായം വരെ ഇസ്രായേലിലെ പാപങ്ങളെയൊക്കെയും അവൻ അവിടെ ജനത്തിന് വെളിപ്പെടുത്തി കൊടുത്തു. പക്ഷേ 6-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അവൻ അവനെ തന്നെ ഒന്ന് കാണുകയാണ്. നമുക്ക് 6-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം തൊട്ട് വായിക്കാം. ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. സാറാഫുകൾ അവന് ചുറ്റും നിന്നു. ഓരോരുത്തൻ 6 ചിറകുണ്ടായിരുന്നു. 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് കാല് മൂടി, 2 കൊണ്ട് പറന്നു. ഓരോരുത്തനോട് സൈന്യങ്ങളുടെ യഹോവ ഒരുത്തനോട് സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവ്വഭൂമിയും അവൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്തു പറഞ്ഞു. അവരാർക്കുന്ന ശബ്ദത്താൽ ഉമ്മരപ്പടിയുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി ആലയം പുകകൊണ്ട് നിറഞ്ഞു. അപ്പോൾ എനിക്കയ്യോ കഷ്ടം, ഞാൻ നശിച്ചു. ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിൻ്റെ നടുവിൽ വസിക്കുന്നു. എൻ്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. സ്തോത്രം. ഇത്രയും നമ്മൾ വായിക്കുമ്പോൾ പ്രവാചകൻ അവിടെ ആദ്യമായിട്ട് ദൈവവുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച, അല്ലെ ദൈവത്തിൻ്റെ പ്രസൻസിന്, ദൈവത്തിൻ്റെ അതിമഹത്തായ സാന്നിധ്യത്തെ കാണുന്ന ഒരു വലിയ ദർശനമാണ് ഈ 6-ാം അധ്യായം തുടങ്ങുന്നത്. ഇത്രയും നാൾ പ്രവാചകന് ദൈവത്തെ അറിയത്തില്ലായിരുന്നു എന്ന് ചോദിച്ചാൽ വ്യക്തമായിട്ടും തീർച്ചയായിട്ടും പ്രവാചകൻ ദൈവത്തിൻ്റെ പ്രവാചകനായിരുന്നു. ദൈവത്തിൽ നിന്ന് അരുളപ്പാട് പ്രാപിച്ച് ജനത്തോട് അവരുടെ പാപത്തെക്കുറിച്ചും അവർ ചെയ്യുന്ന തെറ്റായ വഴികളെക്കുറിച്ചും ബോധ്യം വരുത്തുന്ന പ്രവാചകൻ ഇപ്പോൾ 6-ാം അധ്യായത്തിൽ ദൈവത്തെ യഥാർത്ഥമായി കണ്ടപ്പോൾ അവന് മനസ്സിലായി, ഞാനാണ് കുറ്റക്കാരൻ, എന്നിൽ പാപമുണ്ട്, എന്നിൽ തെറ്റുണ്ട്. സ്വയത്തെക്കുറിച്ച്, അല്ലെ ഞാനെന്നുള്ള ഒരു വ്യക്തിത്വത്തെക്കുറിച്ച് പ്രവാചകൻ അവിടെ വ്യക്തമായി മനസ്സിലാകുകയാണ്. ഇന്ന് നിങ്ങളോട് ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ ദൈവസന്നിധിയിൽ അടുക്കുമ്പോൾ, ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ വ്യക്തമായി നിങ്ങൾ അനുഭവിക്കുമ്പോൾ, അല്ലെ ദൈവത്തെ നിങ്ങൾ യഥാർത്ഥത്തിൽ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ ആരാന്ന് മനസ്സിലാകും. ആ മനസ്സിലാകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ദൈവസന്നിധിയിൽ താഴ്ത്തുവാൻ കഴിയും. നിങ്ങൾ ദൈവത്തെ വ്യക്തമായി ദൈവവുമായിട്ടുള്ളൊരു കൂടിക്കാഴ്ച, ഒരു എൻകൗണ്ടർ നിങ്ങൾക്കുണ്ടാകുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായ ഒരു ധാരണയുണ്ടാകും, എൻ്റെ ചുറ്റുമുള്ളവരിലല്ല കുഴപ്പം, അല്ല ചുറ്റുമുള്ളവരിലല്ല കുറ്റം, ആദ്യം എന്നിലാണ് കുറ്റം. ഞാനാണ് ആദ്യം ദൈവസന്നിധിയിൽ താഴേണ്ടത്, അല്ലെ എന്നിലുള്ള കുറ്റങ്ങളാണ് ദൈവസന്നിധിയിൽ ആദ്യം ദൈവം പൊറുക്കേണ്ടത്. ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനങ്ങളുടെ നടുവിൽ വസിക്കുന്നു, അയ്യോ കഷ്ടം എന്ന് പ്രവാചകൻ വിളിച്ചു പറയുന്നത്, ഇത്ര മഹത്വമുള്ള ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാൻ നിൽക്കുമ്പോൾ ഞാൻ ഒന്നുമില്ല കർത്താവേ. അവിടെ സെൽഫ് ഡൈ ആകുവാണ്, അവിടെ മരിക്കുകയാണ് അവനെന്നുള്ളൊരു വ്യക്തിത്വം. പ്രവാചകൻ ഇത്രയും നാളും വിചാരിച്ചിരുന്നത്, ഞാൻ വലിയ പ്രവാചകനാണ്, എന്നിൽ തെറ്റില്ല, എൻ്റെ ചുറ്റുമുള്ള ജനങ്ങളോട് ഞാൻ ദൈവത്തിൻ്റെ വചനം ഞാൻ പറയുവാണ്, അവരെ ദൈവസന്നിധിയിൽ കൊണ്ടുവരുവാൻ ഞാൻ അവരോട് പ്രബോധിപ്പിക്കുകയാണ്. പക്ഷേ അവനിൽ തന്നെ കുറവുകളുണ്ട്, അല്ലെ അവനിൽ തന്നെ ക്രമീകരിക്കേണ്ട ഭാഗങ്ങളുണ്ട് എന്ന് പ്രവാചകന് വ്യക്തമായി ബോധ്യമായത് എപ്പോഴാണ്? അവൻ ദൈവത്തെ കണ്ടപ്പോഴാണ്, ദൈവസാന്നിധ്യം അനുഭവിച്ചപ്പോഴാണ്. അതുകൊണ്ടാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും ദൈവം മറഞ്ഞിരിക്കുന്നത്. കർത്താവ് എന്തുകൊണ്ടാണ് ദൈവമേ നീ എന്നോട് സംസാരിക്കാത്തത്? നിങ്ങൾ പലപ്പോഴും ദൈവത്തോട് ചോദിച്ചിട്ടില്ലേ, കർത്താവേ നീ എന്നോട് സംസാരിക്കാത്തത്? എന്താണ് നീ എൻ്റെ വിഷയത്തിന് മൗനമായിട്ടിരിക്കുന്നത്? എൻ്റെ ഈ വിഷയത്തിന് എന്താ ഒരു വിടുതലില്ലാത്തത്? എൻ്റെ വഴികൾ എന്താ തുറക്കാത്തത്? എൻ്റെ തലമുറകൾക്ക് എന്താ ഒരു വിടുതലില്ലാത്തത്? എൻ്റെ ജീവിതത്തിൽ ഇത്രയും പ്രയാസങ്ങൾ എന്തുകൊണ്ടാണ് കർത്താവേ നിങ്ങൾ ചോദിക്കുമ്പോൾ ദൈവം മറഞ്ഞിരിക്കുകയാണോ എന്ന് നിങ്ങൾ പലപ്പോഴും ദൈവസന്നിധിയിൽ ചോദിച്ചിട്ടില്ലേ? എന്നാൽ ദൈവം ഇന്ന് രാത്രിയിൽ പറയുകയാണ്, ഞാൻ മറഞ്ഞിരിക്കുന്ന ദൈവമാകുന്നു സത്യം. പക്ഷെ നിങ്ങൾ എന്നെ അന്വേഷിക്കുവോളം, എൻ്റെ മുഖത്തെ നിങ്ങൾ അന്വേഷിക്കുവോളം ഞാൻ നിങ്ങളിൽ നിന്ന് മറഞ്ഞിരിക്കും.
നിങ്ങൾ എന്നെ അന്വേഷിച്ച് എന്നെ കണ്ടെത്തുമ്പോൾ ഞാൻ ആരെന്ന് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. കർത്താവ് ആരെന്ന് വെളിപ്പെടുത്തി തരുമ്പോൾ ശത്രു താനേ ഓടിപ്പോകും. ദൈവത്തിൻ്റെ വചനം പറയുന്നില്ലേ, ദൈവം സിംഹാസനത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ശത്രുക്കൾ ഓടിപ്പോകും. ഹല്ലേലൂയ. ദൈവത്തെ നമ്മൾ അറിയേണ്ട രീതിയിൽ അറിയുമ്പോൾ, ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്തുമ്പോൾ, ഞാൻ കഴിഞ്ഞ എൻ്റെ ലെസണിലല്ലേ കഴിഞ്ഞ പ്രാവശ്യത്തെ ദൈവവചനത്തിൽ ഞാൻ പറഞ്ഞായിരുന്നു, ഉപവസിക്കുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഉപവസിക്കുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ താഴ്ത്തുകയാണ്, നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യുകയാണ്. നമ്മൾ ആരാന്നുള്ളൊരു വ്യക്തിത്വം നമ്മൾക്ക് തന്നെ ബോധ്യമാകുകയാണ്. ദൈവസന്നിധിയിൽ നമ്മൾ താഴുമ്പോൾ പല ബന്ധനങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുപോകും. മുറുകിയിരിക്കുന്ന നമ്മുടെ പല പാപങ്ങളും, നമ്മളെ മുറുകി കെട്ടിവെച്ചിരിക്കുന്ന പല ബന്ധനങ്ങൾ അഴിഞ്ഞു പോവുകയാണ് അവിടെ ചെയ്യുന്നത്. ഇവിടെ പ്രവാചകനും അതാണ് ചെയ്തത്. പ്രവാചകൻ ആദ്യമായിട്ട് ദൈവമായുള്ളൊരു എൻകൗണ്ടർ ഈ 6-ാം അധ്യായത്തിൽ ഉണ്ടാകുകയാണ്. അവിടെ കാണുമ്പോൾ അവനെ തന്നെ മനസ്സിലാക്കുകയാണ്, അവൻ ദൈവത്തിൻ്റെ മുൻപിൽ അശുദ്ധിയില്ലാത്ത മനുഷ്യനാണ്. എൻ്റെ ജീവിതത്തിലും തെറ്റുണ്ട് കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഇന്നതൊക്കെ ക്രമീകരിക്കാനുണ്ടെന്ന് വ്യക്തമായി അവന് ദൈവസന്നിധിയിൽ ബോധ്യം വന്നപ്പോൾ അവൻ പറയുകയാണ്, അയ്യോ യഹോവേ, ഞാൻ ശുദ്ധിയില്ലാത്ത മനുഷ്യൻ, ഞാൻ നിൻ്റെ സന്നിധിയിൽ കുറ്റമുള്ളവളാണ്, ഞാൻ ചെയ്തത് തെറ്റാണ്, ഇന്നതെൻ്റെയൊക്കെ എൻ്റെ ജീവിതത്തിലുണ്ട് എന്ന് മനസ്സിലായപ്പോൾ വ്യക്തമായി പ്രവാചകൻ്റെ ശുശ്രൂഷ അവിടെ നിന്ന് വലിയ മാറ്റമാണ് അവിടെ സംഭവിക്കുന്നത്. വ്യക്തമായി ദൈവമായുള്ളൊരു കാഴ്ചപ്പാടുണ്ടായപ്പോൾ ഈ 6-ാം അധ്യായം കഴിഞ്ഞ് നിങ്ങളങ്ങോട്ട് കാണുമ്പോൾ ഈ ഏഷ്യ പ്രവാചകൻ്റെ ജീവിതത്തിൽ വലിയൊരു വിടുതൽ അവൻ്റെ വ്യക്തിപരമായ ശുശ്രൂഷയിൽ സംഭവിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവം മറഞ്ഞിരിക്കുന്ന ദൈവമാണോ? അതെ, ദൈവം മറഞ്ഞിരിക്കുന്ന ദൈവമാണ്. ദൈവം എന്തുകൊണ്ടാണ് മറഞ്ഞിരിക്കുന്നത്? അവൻ്റെ ഗ്ലോറിയെ, അവൻ്റെ മഹത്വത്തെ നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണമായി അതിൻ്റെ പൂർണ്ണതയിലേക്ക് വെളിപ്പെടുത്തുവാനാണ് ദൈവമായ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ മറഞ്ഞിരിക്കുന്നത്. ദൈവമേ, ഈ വിഷയങ്ങൾക്കൊക്കെ വിടുതൽ എന്നാ സംഭവിക്കുന്നത് നിങ്ങൾ ചോദിക്കുന്നത് നിർത്തലാക്കി ഇന്ന് തൊട്ട് നിങ്ങൾ ദൈവത്തെ വ്യക്തമായി അന്വേഷിക്കുമ്പോൾ, ദൈവത്തെ കണ്ടെത്തുവോളം നമ്മൾ ദൈവത്തെ അന്വേഷിക്കുമ്പോൾ ദൈവത്തിൻ്റെ വിടുതൽ നമ്മുടെ ജീവിതത്തിൽ താനേ സംഭവിക്കും. ഹല്ലേലൂയ. അപ്പോൾ ആദ്യം നമ്മൾ കണ്ടത് യാക്കോബിൻ്റെ ജീവിതത്തിൽ യാക്കോബിൻ്റെ പേര് മാറ്റി അവനെ തന്നെ കണ്ടുണർന്നപ്പോൾ. രണ്ടാമത് നമ്മൾ ഏറ്റവും കർത്താവിൻ്റെ വലിയ പ്രവാചകനായ യേശയ്യാവിൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത അവനെ തന്നെ ഉള്ള ഒരു വെളിപ്പാട് അവന് കിട്ടിയപ്പോൾ, ദൈവത്തെ അവൻ വ്യക്തമായി കണ്ടപ്പോൾ അവൻ്റെ ജീവിതത്തിലെ വിടുതൽ അവിടെ സംഭവിക്കുകയാണ് 6-ാം അധ്യായത്തിൽ. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ കാണണമേ, അതുപോലെ തന്നെ ഒരു ഭാഗമാണ് യെഹെസ്കേൽ രാജാവ് ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു രാജാവായിരുന്നു. നമ്മളവിടെ ദിനവൃത്താന്ത പുസ്തകങ്ങൾ വായിച്ചാൽ യെഹെസ്കേൽ ദൈവത്തെ വ്യക്തമായി അന്വേഷിക്കുന്ന ഒരു രാജാവായിരുന്നെങ്കിൽ പോലും അവിടെ ഒരു ഭാഗത്ത് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, യെഹെസ്കേലിൻ്റെ ഉള്ളിലുള്ളത് അറിയാൻ വേണ്ടി ദൈവം അവിടെ മറഞ്ഞിരുന്നു. ദൈവം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ മറഞ്ഞിരുന്ന് നമ്മളെ ഒന്ന് ശോധന ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മളെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി, നമ്മുടെ ഹൃദയത്തിൽ എന്താണ് ഇരിക്കുന്നത്, നമ്മളെങ്ങനെ ഈ പ്രതികൂലത്തോട്, നിങ്ങളെങ്ങനെ ഈ വിഷയത്തോട് നിങ്ങളെങ്ങനെ പ്രതികരിക്കും, നിങ്ങളുടെ മുൻപിൽ കടന്നു വരുന്ന ഈ തടസ്സത്തോട്, ഈ വലിയ പ്രയാസത്തോട് നിങ്ങളെങ്ങനെ അതിനെ ഫേസ് ചെയ്യുമെന്ന് കാണാൻ വേണ്ടി പലപ്പോഴും ദൈവം മറഞ്ഞിരിക്കുന്ന ദൈവമാണ്. പലപ്പോഴും ദൈവം ഹൈഡ് ചെയ്യുന്ന ദൈവമാണ്. പക്ഷേ അങ്ങനെയൊക്കെയും ഹൈഡ് ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വത്തെ നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായി വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ് കർത്താവ് അത് ചെയ്യുന്നത്. അപ്പോൾ യെഹെസ്കേലിൻ്റെ ഉള്ളിലുള്ളത് അറിയാൻ വേണ്ടി, യെഹെസ്കേലിൻ്റെ ഉള്ളിലുള്ള ദൈവത്തെക്കുറിച്ച് അവൻ എങ്ങനെ ഇതിനോട് പ്രതികരിക്കുമെന്നറിയാൻ വേണ്ടി ദൈവം അവിടെ ഹൈഡ് ചെയ്തിരിക്കുകയാണ്. ദൈവം അവിടെ മൗനമായിട്ടിരിക്കുകയാണ്. ദൈവത്തിന് അറിയത്തില്ലേ നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളങ്ങളെ? നമ്മുടെയൊക്കെ ഓരോ ചിന്തകളെയും നിലവുകളെയും ഒക്കെ വ്യക്തമായി അറിയുന്ന ദൈവമാണ് നമ്മുടെ ദൈവം, അല്ലേ? ദാവീദ് പറയുന്ന പോലെ, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും എല്ലാം നീ അറിയുന്നു. സമുദ്രത്തിൻ്റെ അറ്റത്ത് ചെന്ന് പാർത്താലും അവിടെ നിൻ്റെ കരം എന്നെ താങ്ങും, അവിടെ നീ എന്നെ കാണുന്നു എന്ന് ദാവീദ് പറയുന്നത് ദൈവത്തിന് സകലതും അറിയാം. സകല ഉള്ളങ്ങളെയും സകല ഉള്ളങ്ങളുടെ ആഗ്രഹങ്ങളെയും നമ്മുടെ നിലവുകളെയും ഒക്കെ വ്യക്തമായി അറിയുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. പിന്നെന്താണ് കർത്താവ് നമ്മളെ ടെസ്റ്റ് ചെയ്യുന്നത്? പിന്നെന്താണ് കർത്താവ് മൗനമായിട്ടിരിക്കുന്നത്? കർത്താവ് മൗനമായിട്ടിരിക്കുന്നത് ദൈവത്തിന് അറിയാൻ വേണ്ടിയല്ല, നമ്മളെ ഒന്ന് അറിയാൻ വേണ്ടിയാണ് ദൈവം ഹൈഡ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ പല വിഷയങ്ങൾക്കും മറുപടിയെ ലഭിക്കാതിരിക്കുന്നത് കർത്താവ് നമ്മളെ ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മളെ തന്നെ നമുക്കൊന്ന് കാണണം. ഞാൻ ആരാന്ന് എനിക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ദൈവം മൗനമായിട്ടിരിക്കുന്നത്. ദൈവം നമ്മുടെ പല വിഷയങ്ങളുടെ മേൽ കർത്താവിൻ്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്താതിരിക്കുന്നത്, അല്ലെ അവൻ്റെ പ്രവൃത്തി താമസം വരുത്തുന്നത് ഞാൻ ആരാന്ന് ആദ്യം ദൈവത്തിന് എന്നെ ഒന്ന് മനസ്സിലാക്കി തരണം. കർത്താവ് അത് ആഗ്രഹിക്കുന്ന ദൈവമക്കളെ, നമ്മൾ ആരാന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കി കഴിയുമ്പോൾ, എന്നിലുള്ള കുറവുകൾ, എന്നിലുള്ള വിഷയങ്ങളെ ഞാൻ അറിഞ്ഞത് ക്രമീകരിക്കുമ്പോൾ
ദൈവം അവിടെ പറയും, ഇനി ഞാൻ നിന്നെ അനുഗ്രഹിക്കും മകളെ, മകനെ. ഇനിയാണ് എൻ്റെ പ്രവൃത്തി നിൻ്റെ ജീവിതത്തിൽ വ്യക്തമായി വെളിപ്പെടാൻ പോകുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു, ഇങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികൾ ഇങ്ങനെ അവരറിയുമ്പോൾ, അല്ലെ ദൈവസന്നിധിയിൽ അവരെ തന്നെ ഒന്ന് ക്രമീകരിച്ച് താഴ്ത്തുമ്പോൾ ആരാണ് അവർക്ക് കൂട്ടാളിയായിത്തീരുന്നത്? പരിശുദ്ധാത്മാവ് അവർക്ക് കൂട്ടാളിയായിത്തീരുന്നു. നമ്മൾ ദൈവസന്നിധിയിൽ നമ്മൾ ഉപവാസിക്കുമ്പോൾ, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതുപോലെ, ഉപവാസം നമ്മൾ ഇരിക്കുമ്പോൾ നമുക്ക് ദൈവത്തിൽ നിന്നൊരു പുതിയ വെളിപ്പാട് ലഭിക്കുകയാണ്, അല്ലേ? നമ്മുടെ ജീവിതത്തിനൊരു വ്യത്യാസം സംഭവിക്കുകയാണ്. നമ്മുടെ ആത്മീയ നിലവാരം, അല്ലെ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഒരു പടിയും കൂടെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. നമുക്ക് സ്പിരിച്വലി നമ്മുടെ ആത്മീയ ലൈഫ് അപ്ലിഫ്റ്റ് ആകുകയാണ്, നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ മുന്നോട്ട് പോകുന്നത് എന്തുകൊണ്ടാണ്? കാരണം പരിശുദ്ധാത്മാവുമായിട്ട് നമ്മൾ ഒരു ബന്ധത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. അങ്ങനെ പോകുന്ന ദൈവമക്കളുടെ ഉള്ളിൽ, അല്ലെ അങ്ങനെ പോകുന്ന ദൈവമക്കൾ വ്യക്തമായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ അനുഭവിക്കും. സ്തോത്രം. അങ്ങനെ അവരനുഭവിക്കുമ്പോൾ, ദൈവത്തെ അന്വേഷിക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് ചില വ്യത്യാസങ്ങൾ അവരുടെ ലൈഫിൽ വരുത്തും. ദൈവത്തെ അന്വേഷിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞാൽ, ഉത്തമഗീതം നിങ്ങൾക്കറിയാമല്ലോ. കർത്താവിൻ്റെ മണവാളനായ ക്രിസ്തുവിനെ അന്വേഷിക്കുന്ന, അല്ലെ ഒരു അവരുടെ ഒരു ബന്ധത്തെയാണ് ഉത്തമഗീതം കാണിക്കുന്നത്. ഉത്തമഗീതം 3-ാം അധ്യായത്തിൽ നിങ്ങൾ വായിച്ചാൽ അവിടെ മണവാട്ടി അന്വേഷിക്കുകയാണ്, എൻ്റെ മണവാളൻ എവിടെ? അവൾ ചോദിക്കുകയാണ്, അവൾ വീതികളിൽ ഇറങ്ങി ചോദിക്കുക, നിങ്ങൾ എൻ്റെ പ്രാണപ്രിയനെ കണ്ടുവോ? എൻ്റെ പ്രാണപ്രിയനെ നിങ്ങൾ ആരെങ്കിലും കണ്ടുവോ എന്ന് പല ഇടങ്ങളിലും ചെന്ന് അവൾ അന്വേഷിക്കുന്നതായിട്ട് ആ അധ്യായത്തിൽ കാണുന്നുണ്ട്. പ്രാണപ്രിയൻ ആരാ? നമ്മുടെ കർത്താവാണ്. കർത്താവിന് വേണമെങ്കിൽ വന്ന് പറയരുതോ, ഞാനിവിടെ ഉണ്ട്, നീ എന്നെ അന്വേഷിക്കണ്ട എന്ന് കർത്താവിന് പറയും. പക്ഷെ ആ മുഴുവൻ അധ്യായവും ആ മണവാട്ടി അന്വേഷിക്കുകയാണ്, തൻ്റെ പ്രാണപ്രിയനെ അന്വേഷിക്കുകയാണ്. അത് കണ്ട് ആസ്വദിച്ച് ഇരിക്കുന്ന ഒരു മണവാളനാണോ നമ്മുടെ മണവാളൻ ചോദിച്ചാൽ, കർത്താവ് അവിടെ ആസ്വദിക്കുകയല്ല, കർത്താവ് നമ്മളെ ടെസ്റ്റ് ചെയ്യുകയാണ്. എത്രമാത്രം നിങ്ങൾ നിങ്ങളുടെ പ്രാണപ്രിയനെ അന്വേഷിക്കും, എത്രമാത്രം നിങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരും എന്നാണ് കർത്താവ് അവിടെ അന്വേഷിക്കുന്നത്. അങ്ങനെ അന്വേഷിക്കുമ്പോൾ നമ്മളിലുള്ള ജഡം, നമ്മളിലുള്ള ഞാനെന്നുള്ള ഭാവം കുറയും. നമ്മൾ കുറയുമ്പോൾ ആരാണ് വളരുന്നത്? ക്രിസ്തു വളരും. അപ്പോൾ നമ്മൾ ക്രിസ്തുവിൻ്റെ സമ്പൂർണ്ണതയിലേക്ക് കടന്നു വരും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ ഇങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ വ്യക്തമായിട്ട് അവർക്ക് അനുഭവിക്കാൻ സാധിക്കും. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ഏതൊക്കെ രീതിയിലാണ്, അല്ലെ എങ്ങനെയാണ് കർത്താവ് നമ്മളോട് സംസാരിക്കുന്നത്, ആ കൂട്ടായ്മ നമ്മൾ എങ്ങനെ അനുഭവിക്കുന്നത് എന്ന് നമുക്ക് ചില വാക്യങ്ങളിലൂടെ കാണാം. ആദ്യമായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ വ്യക്തമായ തെളിവാണ് അവൻ്റെ ശബ്ദത്തെ നമ്മൾ കേൾക്കും. ഹല്ലേലൂയ, സ്തോത്രം. പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ ഉള്ളവൻ ദൈവാത്മാവിൻ്റെ സ്വരം വ്യക്തമായി മനസ്സിലാക്കും കേട്ടോ. ദൈവമാണ് അവനോട് സംസാരിക്കുന്നതെന്ന് അവനറിയാം. മനുഷ്യൻ്റെ ശബ്ദത്തെ അറിയുന്നേക്കാട്ടിലും ദൈവത്തോട് കൂട്ടായ്മയുള്ളവൻ, അല്ലെ പരിശുദ്ധാത്മാവിനോട് കൂട്ടായ്മയുള്ളവൻ ദൈവാത്മാവിൻ്റെ ശബ്ദം അവൻ ചെവികളിൽ മനസ്സിലാക്കും. വെളിപ്പാട് പുസ്തകം 2:7 പറയുന്നു, ചെവിയുള്ളവൻ കേൾക്കട്ടെ. ആത്മാവ് പറയുന്നു, ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന്. ആരാണ് കേൾക്കുന്നത്? ദൈവവുമായിട്ട് കൂട്ടായ്മയുള്ളവൻ, ആത്മാവുള്ളവൻ, പരിശുദ്ധാത്മാവുള്ളവൻ കർത്താവ് പറയുന്നത് അവൻ കേൾക്കും. ഹല്ലേലൂയ. പിന്നെന്താണ് അങ്ങനെയുള്ളവൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്? ഗലാത്യ ലേഖനം 4:6 പറയുന്നു, അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് അവൻ പകരും. ഈ പുത്രത്വത്തിൻ്റെ ആത്മാവേത പരിശുദ്ധാത്മാവാണ്. നമ്മുടെ പ്രെയർ ലൈഫിന്, നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിന് ഒരു വ്യത്യാസത്തെ, നമ്മൾ എന്നും കൊന്നും പ്രാർത്ഥിക്കുന്ന പോലെ, കർത്താവെ എന്നെ അനുഗ്രഹിക്കണമേ, എൻ്റെ വീട്ടുകാരെ അനുഗ്രഹിക്കണമേ, ആമേൻ സ്തോത്രം എന്ന് പറഞ്ഞാൽ കിടക്കുന്നതല്ല പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മൾ ദൈവവുമായിട്ട് സംസാരിക്കുന്നതാണ്. നമ്മൾ ദൈവവുമായിട്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ വേദനകൾ പങ്കിടുന്നതാണ്. കർത്താവിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല. പ്രാർത്ഥന അവനോട് നമ്മുടെ ഹൃദയം പകരുമ്പോൾ, നമ്മുടെ പ്രാണപ്രിയൻ്റെ മുൻപിൽ നമ്മുടെ ആവശ്യങ്ങൾ മാത്രമല്ല, നമ്മുടെ വേദനകളും നമ്മുടെ ഹൃദയത്തിൻ്റെ ഓരോ വിഷയങ്ങളും നമ്മളൊരു കൂട്ടാളിയോട് പറയുന്നത് പോലെ നമ്മൾ അവതരിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയിൽ നമുക്ക് കർത്താവിനോട് അടുത്തു വരുവാൻ നമുക്ക് സാധിക്കും. ആ കൂട്ടായ്മ, ആ പ്രെയർ ലൈഫിലേക്ക് നമ്മളെ നയിക്കുന്നത്, നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിനൊരു വ്യത്യാസത്തെ കൽപ്പിക്കുന്നതാണ് പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ. ഹല്ലേലൂയ. റോമർക്ക് എഴുതിയ ലേഖനം 8:26 പറയുന്നു, നമുക്ക് പ്രാർത്ഥിക്കാൻ അറിഞ്ഞുകൂടായല്ലോ, നമുക്ക് എങ്ങനെ വേണ്ടവണ്ണം പ്രാർത്ഥിക്കുവാൻ നമുക്ക് അറിയത്തില്ല. അപ്പം പ്രാർത്ഥിപ്പിക്കുന്ന ആരാ? പരിശുദ്ധാത്മാവാ പ്രാർത്ഥിപ്പിക്കുന്നത്. നല്ല വാക്കുകളും നല്ല വാചകങ്ങളും അല്ല ദൈവം നോക്കുന്നത്, അതല്ല പ്രാർത്ഥന. നമുക്ക് എങ്ങനെ പ്രാർത്ഥിക്കണം,
നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി എങ്ങനെ പക്ഷപാതം ചെയ്യണം, അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി എങ്ങനെ ദൈവസന്നിധിയിൽ നിലവിളിക്കണം എന്നുള്ളത് പരിശുദ്ധാത്മാവാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ പ്രാർത്ഥന പഠിപ്പിക്കുന്നത് ആരാണ്? പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവുമായിട്ട് കൂട്ടായ്മയുള്ളവനോട് എന്തു പ്രാർത്ഥിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് ദൈവത്തിൻ്റെ ആത്മാവാണ് തീരുമാനിക്കുന്നത്. ഹല്ലേലൂയ. അതുപോലെ തന്നെ ആത്മാവാണ് നമ്മളെ നടത്തുന്നത്, പരിശുദ്ധാത്മാവാണ് നമ്മളെ ലീഡ് ചെയ്യുന്നില്ല. റോമർക്ക് എഴുതിയ ലേഖനം 8:14 പറയുന്നു, പരിശുദ്ധാത്മാവാണ് നമ്മളെ നയിക്കുന്നത്. ആത്മാവ് നടത്തുന്നവരാരാണ്? ദൈവത്തിൻ്റെ മക്കളാണ്. പരിശുദ്ധാത്മാവ് നടത്തുന്നവരാണ് ദൈവത്തിൻ്റെ മക്കൾ. അവർ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നടത്തപ്പെടുമ്പോൾ അവരുടെ ജീവിതത്തിലുള്ള സകല വഴികളെ ഭരിക്കുന്നതും നയിക്കുന്നതും ആരാണ്? പരിശുദ്ധാത്മാവാണ് കൺട്രോൾ ചെയ്യുന്നത്. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി 16:6 പറയുന്നു, അവനാണ് നമ്മുടെ കമാൻഡർ, നമ്മളോട് ഇൻസ്ട്രക്ഷൻസ് തരുന്നത്, നമ്മളെ ഗൈഡ് ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിൽ മകനെ മകളെ വഴി ഇതാകുന്നു എന്ന് നമ്മുടെ ചെവിയിൽ പറയുന്ന ശബ്ദം നമുക്ക് നൽകുന്നത് ആരാണ്? നമ്മുടെ കമാൻഡർ, നമ്മുടെ സേനാധിപതിയായ കർത്താവിൻ്റെ ആത്മാവാണ്. പരിശുദ്ധാത്മാവാണ് നമ്മളെ ഗൈഡ് ചെയ്യുന്നത്. അപ്പോസ്തല പ്രവൃത്തി 16:6 അവിടെ പരിശുദ്ധാത്മാവ് അവരെ ആസയിലേക്ക് കടന്നു പോകരുതെന്ന് ആത്മാവരെ വിലക്കി. അപ്പോസ്തലന്മാരെ അവരെ ആസയിലേക്ക് കടന്നു പോകല്ലെന്ന് ദൈവാത്മാവരെ വിലക്കി. അപ്പോൾ ദൈവാത്മാവാണ് നമ്മളെ കമാൻഡ് ചെയ്യുന്നത്, നമ്മളെ ഗൈഡ് ചെയ്യുന്നത്. പോകേണ്ട വഴി അല്ലെ പോകണ്ടാത്ത വഴിയിൽ നമ്മളെ നയിക്കുന്നത് ആരാണ്? പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ. പിന്നെ എന്താണ് പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്? അപ്പോസ്തല പ്രവൃത്തി 20:28 പരിശുദ്ധാത്മാവരെ സഭകൾക്ക് അധ്യക്ഷരാക്കി അല്ലെ അധിപതികളാക്കി തീർത്തു. കർത്താവിൻ്റെ ആത്മാവ് എന്താണ് നമ്മളെ ചെയ്തത്? പുരോഹിതന്മാരും രാജാക്കന്മാരും അല്ലേ പ്രവാചകന്മാരും ഒക്കെ ആക്കി നമ്മളെ ഓരോരുത്തരെയും ദൈവസഭയിൽ ദൈവത്തിൻ്റെ സഭയിൽ നമ്മളെ ആക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ശുശ്രൂഷ കർത്താവ് നമ്മളെ ആക്കിയ ഓരോ സ്ഥാനങ്ങളെ ആ സ്ഥാനങ്ങളിലേക്ക് നമ്മളെ നിർത്തുമ്പോൾ ആരാണ് നമുക്ക് ആ സ്ഥാനം തരുന്നത്? പരിശുദ്ധാത്മാവാണ് തരുന്നത്. നമ്മളെ ആ സ്ഥാനത്തിലേക്ക് അപ്പോയിൻറ്റ് ചെയ്തത് ഹോളി സ്പിരിറ്റാണ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ വചനമാണ് നമ്മുടെ ജീവിതത്തിലെ ഓരോ വിടുതലുകളും ആ കൂട്ടായ്മയിലേക്ക് നമ്മളെ നയിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിച്ച വിഷയത്തിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് വേറൊരു വിഷയത്തിലേക്കാണ് ദൈവാത്മാവ് എന്നെ നയിച്ചത്. ഞാൻ പറയാൻ ഉദ്ദേശിച്ച ഫെലോഷിപ്പിനെ കുറിച്ച് കൂടുതലായിട്ടായിരുന്നു, പക്ഷേ എങ്ങനെയോ മറഞ്ഞിരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ഒരു വിഷയം എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നു. ദൈവം എന്തുകൊണ്ടാണ് മറഞ്ഞിരിക്കുന്നത്? നമ്മുടെ ജീവിതത്തിലൊക്കെയും നമ്മുടെ പ്രയാസങ്ങളെ കാണാത്ത ഒരു ദൈവമല്ല കേട്ടോ നമ്മുടെ ദൈവം. ദൈവം പലപ്പോഴും മൗനമായിരിക്കുന്നത് ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. നിങ്ങളുടെ വിഷയങ്ങൾക്ക് ദൈവം മൗനം പാലിക്കുന്നത് അല്ലെ ദൈവം മറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ദൈവത്തെ ഒന്ന് അന്വേഷിക്കാൻ വേണ്ടിയാണ്. കാരണം അതുപോലെ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. അവൻ്റെ സ്നേഹത്തിൻ്റെ ആഴത്തിൽ അവൻ മിണ്ടാതിരിക്കുന്നു എന്ന് സെഫന്യാ പ്രവാചകൻ പറയുന്നുണ്ട്. സ്നേഹത്തിൽ അവൻ മിണ്ടാതിരിക്കുന്നു. ദൈവത്തിൻ്റെ മഹത്വത്തെ നിങ്ങളുടെ ജീവിതത്തിൽ മറ്റുള്ളവരെക്കാട്ടിലും ഉപരിയായി വെളിപ്പെടുത്തുവാനും നിങ്ങൾ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ അടുത്തു വരുവാനാണ് ദൈവം മിണ്ടാതിരിക്കുന്നത്. ആ മൗനതയിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ആ മൗനതയിൽ ദൈവം ചിലത് വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. ആ മൗനതയിലാണ് കർത്താവ് അടങ്ങിയിരിക്കുന്ന ചില വഴികളെ തുറക്കുന്നത്. പക്ഷെ അത് തുറക്കണമെങ്കിൽ നിങ്ങൾ ദൈവസന്നിധിയിൽ ദൈവത്തെ വേണ്ട രീതിയിൽ ഒന്ന് അന്വേഷിച്ചാൽ, നമ്മൾ ആരെന്ന് നമുക്ക് തന്നെ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ ഏറ്റുപറഞ്ഞാൽ, നമുക്ക് മനസ്സിലായാൽ, ആ പ്രാർത്ഥനയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ ദൈവത്തെ ഒന്ന് അന്വേഷിച്ചാലും നമ്മളവനെ കണ്ടെത്തുമ്പോൾ കർത്താവ് നമ്മൾക്ക് വേണ്ടി ഏത് വാതിലുകളും തുറക്കും. അടയപ്പെടാത്ത ഏത് വാതിലും അടയപ്പെടുന്ന ഏത് വഴികളെയും തുറക്കുവാൻ, ഏത് മരുഭൂമിയെയും വനമാക്കി തീർക്കുവാൻ കഴിവുള്ള കർത്താവിൻ്റെ സന്നിധിയിൽ അവൻ ആ വലിയ വിടുതലുകളെ ചെയ്തെടുക്കട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. പരിശുദ്ധാത്മാവാണ് നമ്മളെ നമ്മളെ ഉപയോഗിക്കാൻ കർത്താവ് നമ്മളെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ആരാണ് ആ ഉപയോഗിക്കുന്നത്? നമ്മളെ ദൈവത്തിൻ്റെ ആത്മാവാണ്. അതുപോലാണ് ദൈവത്തിൻ്റെ വചനത്തെ ക്യാരി ചെയ്യുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ്. ദൈവത്തിൻ്റെ വചനം എത്ര സ്കോളേഴ്സ് ഉണ്ടെന്നറിയോ? എത്ര വചനത്തിൻ്റെ പണ്ഡിതന്മാർ ഈ ലോകത്തിലുണ്ടെന്നറിയോ? ഈ ബൈബിളിലെ ഓരോ കാര്യങ്ങളും നന്നായിട്ട് കാണാപ്പാഠം അറിയാവുന്ന ഒത്തിരി സ്കോളേഴ്സും ഉണ്ട് ഈ ലോകത്ത്. പക്ഷേ അവർക്കൊന്നും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയില്ല. അങ്ങനെ ഒരുപാട് പേർക്ക് പരിശുദ്ധാത്മാവുമായിട്ടൊരു ഫെലോഷിപ്പ് ഇല്ല. എന്തുകൊണ്ടാണ്? കാരണം അത് അക്ഷരമാണ്. അക്ഷരം കൊല്ലുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്നു എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ഈ വചനത്തിന് ഞാൻ അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ, ദൈവത്തിൻ്റെ ആത്മാവ് എങ്ങനെയാണ് അവിടെ പരിവർത്തിക്കുന്നത്, ദൈവം എങ്ങനെയാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മളിലേക്ക് അയക്കുന്നത് എന്നൊരു ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ ഈ നിങ്ങളോട് സംസാരിക്കുന്ന എൻ്റെ ശബ്ദം നിങ്ങൾ കേൾക്കുന്നത് എങ്ങനെയാണ്? എൻ്റെ ശ്വാസം ഞാൻ ഉപയോഗിച്ച് നിങ്ങളോട് സംസാരിക്കുമ്പോഴാണ് ആ സൗണ്ട് പുറത്തു വരുന്നത്, അല്ലേ? ഞാൻ എൻ്റെ ശ്വാസത്തെ ഉപയോഗിക്കാതെ ഞാൻ സംസാരിക്കുന്നുണ്ടല്ലേ, പക്ഷെ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടോ? ഇല്ല.
അവർക്ക്. എന്തുകൊണ്ടാണ്? കാരണം ഞാൻ എൻ്റെ ശ്വാസത്തെ ഉപയോഗിക്കുന്നില്ല. എൻ്റെ ശ്വാസം അല്ലെ എന്നിലുള്ള എയർ, ആ എയറിനെ ഞാൻ ഉപയോഗിച്ച് അത് സൗണ്ടായിട്ട് പുറത്ത് വരുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്ന വാക്കുകൾ അല്ലെ ഞാൻ പറയുന്ന ദൈവത്തിൻ്റെ വചനം നിങ്ങൾ കേൾക്കുന്നത്. അതുപോലെയാണ് ദൈവം വചനം പറയുമ്പോൾ, ദൈവത്തിൻ്റെ വായിൽ നിന്ന് അവൻ്റെ അരുളപ്പാട് അറിയിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശ്വാസം ആണ് അവിടെ അത് പുറപ്പെടുവിച്ച് അത് ശബ്ദമാക്കി നമ്മൾ കേൾക്കുന്നത്. ദൈവശബ്ദം നമ്മൾ എങ്ങനെയാണ് കേൾക്കുന്നത്? പരിശുദ്ധാത്മാവ് അതിൽ പ്രവർത്തിച്ച്, ദൈവത്തിൻ്റെ ശ്വാസം ആരാണ്? പരിശുദ്ധാത്മാവാണ്. ആ ശ്വാസമാണ് ആ വചനത്തെ നമ്മളിലേക്ക് അല്ലെ മനുഷ്യരായ നമ്മളിലേക്ക് കർത്താവ് എത്തിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പം വചനം എന്താണ്? ലോഗോസാണ്. ദൈവവചനം ലോഗോസാണ്. ലോഗോസിന് മാത്രം തന്നെയായിട്ട് ഒന്നും പ്രവർത്തിക്കാം, കാരണം അത് വെറും നമ്മുടെ മൈൻഡേ നിറയ്ക്കത്തുള്ളൂ. ദൈവവചനം മാത്രം നമ്മൾ ബുദ്ധി കൊണ്ട് കേട്ടാൽ നമ്മുടെ ബുദ്ധി മാത്രം നിറയത്തുള്ളൂ. പക്ഷേ ഈ ലോഗോസ് ദൈവത്തിൻ്റെ ബ്രത്തിനോടുകൂടെ, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ കൂടെ ചേരുമ്പോൾ അതെന്തായിട്ടാണ് മാറുന്നത്? റെമയായിട്ട് മാറും. ദൈവവചനം അത് റേമയായിട്ട് മാറും. റേമ എന്താണ്? ദൈവവചനം, പരിശുദ്ധാത്മാവിനോട് കൂടെ ചേർന്നുള്ള ദൈവവചനം ഒരുവൻ കേൾക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ വിടുതൽ സംഭവിക്കും. നിങ്ങളും ഞാനും രക്ഷിക്കപ്പെട്ടത് എങ്ങനെയാണ്? ഈ ലോഗോസ്, ഈ ദൈവവചനം പരിശുദ്ധാത്മാവ് അതിൽ പ്രവർത്തിച്ച് അതിനെ നമ്മുടെയിലേക്ക് എത്തിച്ചപ്പോൾ, അല്ലെ നമ്മുടെ ചെവികളിലേക്ക് എത്തിച്ചപ്പോൾ അത് റേമയായി മാറി. ദൈവത്തിൻ്റെ വചനം ജീവനായി മാറി, വിടുതലായി മാറി. നമുക്ക് നമ്മുടെ പാപത്തെക്കുറിച്ച് ബോധ്യം വന്ന് നമ്മൾ കർത്താവിനെ നമ്മുടെ ജീവിതത്തിൽ രക്ഷിതാവായി സ്വീകരിച്ചു. അപ്പോൾ ദൈവവചനം നമ്മൾ കേൾക്കുമ്പോൾ, എത്ര വലിയ പ്രാസംഗികർ ദൈവവചനം പ്രസംഗിച്ച് പക്ഷെ പരിശുദ്ധാത്മാവ് അതിൽ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ ആർക്കും അതിലൊരു വിടുതൽ കൊണ്ടുവരുവാൻ സാധിക്കത്തില്ല. പക്ഷെ ഏത് വചനവും ദൈവത്തിൻ്റെ ആത്മാവിൽ നമ്മൾ പറഞ്ഞാൽ, അല്ലെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ അത് വ്യാപരിച്ചാൽ, ഏത് കല്ലായുള്ള ഹൃദയത്തെയും ഒരുക്കി മാറ്റുവാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ, സ്തോത്രം. പരിശുദ്ധാത്മാവിന് കഴിയും. അതുകൊണ്ടാണ് നമ്മൾ പാടുന്നതും പ്രാർത്ഥിക്കുന്നതും നമ്മൾ ഒരുവനോട് സുവിശേഷം പറയുന്നതും നമ്മൾ ബൈബിൾ വായിക്കുന്നതും എല്ലാം പരിശുദ്ധാത്മാവിനോടുകൂടെ ആയിരിക്കണം. അനോയിൻറ്റിങ്ങിൽ വേണം ചെയ്യാൻ. അഭിഷേകമില്ലാതെ നമ്മൾ മാനുഷികമായി ചെയ്യുന്ന ഏത് കാര്യവും അതിൽ ദൈവത്തിന് പ്രവൃത്തിയില്ല. ദൈവപ്രവൃത്തി അവിടെ വ്യാപരിക്കുവാൻ കഴിയത്തില്ല. കാരണം അതെല്ലാം ബുദ്ധിയാണ് അതെല്ലാം നമ്മൾ നിറയ്ക്കുന്നത്. നമ്മുടെ മൈൻഡാണ് ഫില്ലാകുന്നത്. പക്ഷെ നമ്മുടെ ഹൃദയത്തിൽ അങ്ങോട്ട് കയറണമെങ്കിൽ, ഏത് കല്ലായുള്ള ഹൃദയത്തിൽ ഈ വചനം കയറി പ്രവർത്തിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് അവിടെ പ്രവർത്തിക്കണം. സ്തോത്രം. ഇന്ന് രാത്രിയിൽ കേൾക്കപ്പെട്ട വചനം നിങ്ങളുടെ ഹൃദയത്തോട് ഇടപെടട്ടെ. കർത്താവ് നിങ്ങളുടെ വിഷയങ്ങളിൽ സംസാരിക്കട്ടെ. മൗനമായിരിക്കുന്ന ദൈവം മറഞ്ഞിരിക്കുന്ന പല വിഷയങ്ങളുടെ മേലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി രാത്രിയുടെ വേളയിൽ ഇടപെടട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. അസാധ്യമെന്ന് നിങ്ങൾ കരുതിയ പല വിഷയങ്ങളുടെ മേലും ദൈവത്തിൻ്റെ പ്രവൃത്തി ഇറങ്ങി. ഹല്ലേലൂയ. വെള്ളത്തിന്മേൽ പരിവർത്തിച്ച ദൈവത്തിൻ്റെ ആത്മാവ്, ശൂന്യതയുടെ മേൽ പരിവർത്തിച്ച ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് രാത്രിയിൽ നിങ്ങളുടെയും എൻ്റെ ജീവിതത്തിൽ ഹല്ലേലൂയ അടയപ്പെട്ട അന്ധകാരം നിറഞ്ഞിരിക്കുന്ന പല വിഷയങ്ങളുടെ മേലും പ്രവർത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.